നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ബ്ലഡ് ബാങ്കുകളിലെ രക്തക്ഷാമത്തിന് പരിഹാരം കാണാൻ ശനി ഞായർ ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രികളിലെത്തി രക്തദാനം നടത്തുന്ന പദ്ധതിക്ക് തുടക്കമായി. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ കെ.ജി. ദിലീപ് രക്തദാനം ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആഴ്ചയിൽ ശനി ഞായർ ദിവസങ്ങളിൽ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലും എല്ലാ ശനിയാഴ്ചയും മലബാർ ക്യാൻസർ സെന്ററിലും 15 പ്രവർത്തകർ വീതം രക്തം നൽകും. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ കൂത്തുപറമ്പ് പിണറായി ബ്ലോക്ക് കമ്മിറ്റികളും മലബാർ ക്യാൻസർ സെന്ററിൽ തലശ്ശേരി പാനൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ മേഖലാ കമ്മിറ്റികളും രക്തദാനം ചെയ്യും. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ കെ.ജി. ദിലീപ് രക്തദാനം ചെയ്ത് പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎഫ്ഐ ഇപ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും രക്തം ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിലെല്ലാം വിപുലമായ ക്യാമ്പുകളും മറ്റെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് രക്തദാന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോഴും രക്തത്തിൻ്റെ ആവശ്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക നിലയിൽ രക്തത്തിൻ്റെ ലഭ്യതക്കുറവ് ഇപ്പോഴും പല ആശുപത്രികളിലും നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ കണ്ണൂരിൽ ഈ രക്തദാന പരിപാടി കുറച്ചുകൂടി വിപുലീകരിക്കണം എന്നാലോചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ബ്ലഡ് ബാങ്കുകളുടെ സൗകര്യത്തിനനുസരിച്ച് പല സ്ഥലങ്ങളിലും ക്യാമ്പുകൾ വിപുലമായി സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇതിനു പുറമെ ഈ പ്രവർത്തനം കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഡിവൈഎഫ്ഐ തുടർച്ചയായി രക്തദാനത്തിനുള്ള ഒരു പദ്ധതി കൂടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ പ്രധാനമായി പരിയാരം മെഡിക്കൽ കോളേജ്, കണ്ണൂർ ജില്ലാ ആശുപത്രി, തലശ്ശേരി ജനറൽ ആശുപത്രി, അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മലബാർ ക്യാൻസർ സെന്റർ ഉൾപ്പെടെയുള്ള ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ രക്തദാന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഖിൽ PM, കൂത്തുപറമ്പ് ബ്ലോക്ക് സെക്രട്ടറി വി ഷിജിത്ത്, തലശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി പി സനീഷ്, ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഫാസിൽ എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ കൂത്തുപറമ്പ് സൗത്ത് മേഖലയും MCCയിൽ ചൊക്ലി മേഖലയും രക്തദാനം ചെയ്തു. സമഗ്ര ന്യൂസ്, തലശ്ശേരി.